വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ഏതുമായിക്കോട്ടെ, വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 10 വിൻഡോസ് 11 ഏതുമായിക്കോട്ടെ, ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അതിനെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതെങ്കിലും ഓപ്പൺ ചെയ്യാം. ക്രോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോസില്ല ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആയിക്കോട്ടെ, ഏത് ബ്രൗസർ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ക്രോമാണ്. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വാട്സപ്പ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിൽ സെർച്ച് കാണാം. അതിൽ കാണാം ഡൗൺലോഡ് വാട്സപ്പ് ഫോർ iOS, Mac ആൻഡ് PC. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തും. അവിടെ മുകളിലായിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടോ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഡൗൺലോഡായ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് വാട്സപ്പിൻ്റെ സെറ്റപ്പ്. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പേജ് ഓപ്പണായി വരും. അത് മൈക്രോസോഫ്റ്റിൽ തന്നെ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് അടിക്കുക. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് അടിച്ചാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ അക്കൗണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് കയറാം. ജസ്റ്റ് ഫോൺ നമ്പർ ഉപയോഗിച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, അതേപോലെ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ QR കോഡ് ഉപയോഗിച്ചിട്ട് കയറാം. നിങ്ങളെ ഫോണിൽ വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ മുകളിൽ കാണാം സെറ്റിങ്സ് കാണാം. മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് എ ഡിവൈസ് ഒരു ഓപ്ഷൻ ഒന്നും കൂടെ കാണാം. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളെ ക്യാമറ ഓപ്പൺ ആയി വരും. അതിൽ ഒരു ക്യാമറ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനായി വരും നിങ്ങളെ വാട്സപ്പ്. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.